നമസ്കാരം. 2016-ൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ചെയ്ത ആദ്യത്തെ ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ മാറ്റി പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരെ ആ സ്ഥാനത്ത് നിയമിക്കുക എന്നുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ 42 ദിവസങ്ങളായിരിക്കുന്നു ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 വർഷത്തിന് ശേഷം. ഈ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്നിട്ട് പോലും ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തി, അതായത് രഹസ്യാന്വേഷണ വിഭാഗത്തിലും ഇതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായിട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാറ്റി ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ നിയമിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷ ചായ്വുള്ള ആൾക്കാരെ മാറ്റി ആ സ്ഥാനത്ത് മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു നടപടിയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അതിൻ്റെ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോടതിയിൽ നടന്നത്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ വീട് പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ജയിലിൽ കിടക്കുന്ന 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഇവരറിയാത്തത് കൊണ്ടാണോ അതോ ഇനി അറിഞ്ഞിട്ടും അറിയാത്തതായി ഭാവിക്കുകയാണോ എന്നെനിക്കറിയില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 42 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും പോലീസിലെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരിലെയും അഴിച്ചുപണി പൂർത്തിയാക്കാത്തത് സർക്കാരിന് ഇപ്പോൾ തലവേദനയായിരിക്കുകയാണ്. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നത് മുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ ഹാജരാകുന്ന പ്രോസിക്യൂട്ടർമാർ ഭരണപക്ഷ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കുന്നതുവരെയുള്ള പ്രശ്നങ്ങളാണ് ഇതുകാരണം സർക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെയും പ്രോസിക്യൂട്ടർമാരുടെയും സ്ഥലം മാറ്റവും നിയമനവും ഒക്കെയായി ബന്ധപ്പെട്ട് ആഭ്യന്തര നിയമവകുപ്പുകളാണ് തീരുമാനമെടുക്കേണ്ടത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വന്തം ജില്ലയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇനിയും തിരികെ നിയമനം നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം ജില്ലയിൽ സേവനമനുഷ്ഠിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ കാരണമാണ് ഇവരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റു ജില്ലകളിലേക്ക് മാറ്റിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലയിലേക്ക് മാറ്റാനുള്ള റിവേഴ്സ് ഓർഡർ സർക്കാർ ഇറക്കേണ്ടതാണെങ്കിലും SIമാരെ മാത്രമാണ് ഇതുവരെ തിരികെ അവരുടെ ജില്ലകളിലേക്ക് എത്തിച്ചത്. ഇൻസ്പെക്ടർമാരുടെയും DYSPമാരുടെയും ഒന്നും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇതുവരെ. വലിയ അളവിൽ ലഹരി പിടികൂടിയാൽ ജാമ്യമില്ലാ കുറ്റമാണ്. ഇൻസ്പെക്ടർ റാങ്കിലുള്ളവരാണ് ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത് എന്നാണ് ചട്ടം. സ്വന്തം ജില്ലയിലേക്ക് സ്ഥലമാറ്റം കാത്തിരിക്കുന്നതുകൊണ്ട് പല കേസുകളിലും ഇടപെടാൻ മടിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ എന്നിപ്പോൾ ഒരു ആരോപണം ഉയരുന്നുണ്ട്. കഞ്ചാവ് 1 കിലോയിൽ കുറവാണെങ്കിൽ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്. SI റാങ്കിലുള്ളവരാണ് അത് അന്വേഷിക്കേണ്ടത്. കേസ് അന്വേഷണത്തിൽ നിന്ന് തലയൂരാൻ ലഹരി ഉൽപ്പന്നങ്ങളുടെ കണക്കിൽ പോലും തിരിമറി നടക്കുന്നുവെന്നുള്ളൊരു ആരോപണവും ഇപ്പോൾ പോലീസിനെതിരെ ഉയരുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണെന്നറിയില്ല, പക്ഷേ ഇത് യാഥാർത്ഥ്യമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. സിവിൽ പോലീസ് ഓഫീസർ മുതൽ DYSP വരെയുള്ളവരുടെ പൊതു സ്ഥലം മാറ്റ ഉത്തരവും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതിന് പുറമെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിലും സ്ഥലം മാറ്റം പൂർത്തിയാക്കാനുള്ളത്. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൽ 134 പേരെയാണ് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നത്. ആകെ 650-700 ഉദ്യോഗസ്ഥരാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ളത്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ സ്ഥലം മാറ്റ നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടുമില്ല. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവവും നവകേരള യാത്രയ്ക്കിടെ പിണറായി വിജയന്റെ സുരക്ഷാ സംഘം നടത്തിയ രക്ഷാപ്രവർത്തനവുമൊക്കെ ഉള്ള ആ കേസുകളിലൊക്കെ ഭരണപക്ഷത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എടുത്തത്. സർക്കാരിന് ഇത് കനത്തൊരു ആഘാതമാണ്. ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ട് പോലും സർക്കാർ ഇതിനൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ച പ്രോസിക്യൂട്ടർമാർ ഇടതുപക്ഷം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കേസുകളിൽ അവർക്ക് അനുകൂലമായി നിലപാട് എടുത്തെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. ജില്ലാ കോടതികളിൽ ഹാജരാകുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ രാഷ്ട്രീയ താൽപ്പര്യപ്രകാരം നിയമിക്കുന്നത് സർക്കാരാണ്. നിയമവകുപ്പിനാണ് അതിൻ്റെ ചുമതലയും. എന്നാൽ സർക്കാർ അധികാരത്തിലേറി 1 മാസം കഴിഞ്ഞിട്ടും ഇടതുപക്ഷാനുകൂല പ്രോസിക്യൂട്ടർമാർ ഇപ്പോഴും ആ സ്ഥാനങ്ങളിൽ തുടരുകയാണ് എന്നുള്ളതാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ PSC വഴിയാണ് നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല. ഇവരുടെ സ്ഥലം മാറ്റം കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് നടത്തിയിരുന്നു. ഹൈക്കോടതിയിൽ പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും ലീഡർമാരെയും സർക്കാർ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിലെ 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയതു തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. കാരണം 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് 25 പ്രതികൾക്കും വേണമെങ്കിൽ 24 പ്രതികൾക്കും വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. അപ്പോൾ ഒരാൾക്ക് മാത്രമായി ഇത്തരത്തിൽ ജാമ്യം നിഷേധിക്കാനും കോടതിക്ക് കഴിയില്ല. അതിൻ്റെ നിയമവശങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് തന്നെ സർക്കാർ ഇന്നലെ വലിയ രീതിയിലുള്ള വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇന്നലെ ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ കാരണക്കാരിയായ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു അന്തം കമ്പനിയാണ്. അവർക്ക് കുഴപ്പമില്ല. അവർക്ക് എന്തായാലും ഈ UDF സർക്കാർ വരുന്ന ഏതെങ്കിലും ദിവസങ്ങൾ
ദിവസങ്ങൾക്കുള്ളിൽ അവരെ മാറ്റുമെന്നുള്ള കാര്യം അവർക്കറിയാം. ഒരു നടപടിയും തനിക്കെതിരെ ഉണ്ടാകില്ലെന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അത്തരത്തിലൊരു നാടകം കളിച്ചത്. എന്തായാലും ED ഉദ്യോഗസ്ഥർ ഈ 9-ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ചെയ്യേണ്ട പല കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്യാതിരുന്നാൽ അത് UDF സർക്കാരിന് തന്നെയാണ് വീഴ്ചയുണ്ടാകുന്നത്. കാരണം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് കൃത്യസമയത്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ഇനിയും എത്രയോ കാര്യങ്ങൾ പലയിടങ്ങളിലും അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് CPM, DYFIയും SFIയും ഒക്കെ. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സർക്കാരിന് യഥാസമയം ബന്ധപ്പെട്ടവരെ, ആഭ്യന്തരമന്ത്രിയെയും ബന്ധപ്പെട്ടവരെയും അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിനുണ്ടാകുന്ന വീഴ്ചയായി വിലയിരുത്തേണ്ടി വരും. അത് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കും. അതുതന്നെയാണ് CPMഉം ലക്ഷ്യമിടുന്നത്. ഇനിയെങ്കിലും ഇത്തരം താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിതരായിരിക്കുന്ന ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥരെ മാറ്റിയില്ലെങ്കിൽ അത് സർക്കാരിന് മാത്രമല്ല പൊതുജനങ്ങൾക്കും വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്.